പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിൽ മുള്ളം പന്നിയുടെ അതിരൂക്ഷമായൊരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മുള്ളം പന്നി എന്നുള്ള പേരുണ്ടെങ്കിലും മുള്ളം പന്നിക്ക് പന്നിവർഗത്തിലുള്ള ജീവികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പന്നി എന്നുള്ള പേര് എങ്ങനെയോ വന്നു ചേർന്നതാണ്. മുള്ളം പന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ തിന്നുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റാൻഡം ചെക്കിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ആ രീതിയിലാണ് മുള്ളംപന്നി പൈനാപ്പിൾ തിന്നുന്നത്. ഇപ്പോൾ കേട്ടോ, കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ തിന്നിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ആ സ്ഥലമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥലത്താണ് പിറ്റേ ദിവസം പോയി പൈനാപ്പിൾ തിന്നിരിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം അത് പോയിരിക്കുന്നത് ഈ പോകുന്ന വഴിക്കുണ്ടോ, ഇവിടെ ഒരു വലിയ പൈനാപ്പിൾ നിൽപ്പുണ്ട്. ആ വഴി മാത്രം ആ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയുള്ളൂ, എങ്കിലും പോയി തിന്നിരിക്കുന്നത് അവിടെയാണ്. അപ്പം ആ രീതിയിലാണ് മുള്ളംപന്നിയുടെ പൈനാപ്പിൾ തീറ്റ. അതിന് കാരണം എന്നാന്നുള്ള കാര്യം എനിക്കറിയില്ല. അതായത് ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള രീതിയിലാണ് മുള്ളംപന്നിയുടെ പൈനാപ്പിൾ തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഏകദേശം 75 ദിവസം അടുത്ത് പ്രായമായതാണ്. ഇനി ഇതിനൊരു 60 ദിവസം കൂടെ വളർച്ചയുണ്ട്. ഒരു 120 തൊട്ട് 130 ദിവസത്തിനുള്ളിൽ നമ്മുടെ പൈനാപ്പിൾ വെട്ടി തീരും. ആ രീതിയിലാണ്. 130 ദിവസമാണ് അതിൻ്റെ മാക്സിമം വളർച്ച. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴുത്ത് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാവും. ഇത് ഏകദേശം ഇതിപ്പം ഇത്രയേ ഉള്ളെങ്കിലും ഇനിയുള്ള വളർച്ചയെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഏകദേശം 1.5 കിലോ അടുത്ത് നമുക്കിതിന് തൂക്കം ലഭിക്കും. അപ്പം ഈ പൈനാപ്പിളിന് ഇപ്പോഴത്തെ വില വെച്ച് ഒരു 75-80 രൂപ അടുത്ത് ഈ ഒരു പൈനാപ്പിളിന് നമുക്ക് കിട്ടും. ഇത്രയും വിലയുള്ളതാണ് പൈനാപ്പിൾ. നമ്മൾ കൃഷി ചെയ്ത് പോവുകയും ചെയ്തു. നമ്മൾ ഒത്തിരി പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഈ മുള്ളംപന്നീനെ ഓടിക്കാമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, ഡോക്ടർ ഫിനൈലിൻ്റെ ക്ലീനിങ് ലിക്വിഡിൻ്റെ സ്മെല്ല് മുള്ളംപന്നികൾക്ക് അത്ര ഇഷ്ടമല്ല എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പം ആ ഡോക്ടർ ഫിനൈലിൻ്റെ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് ഒരു ഫെൻസിങ് തീർക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അറക്കപ്പൊടി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ. ആദ്യമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ 2ആയിട്ട് മുറിക്കും കേട്ടോ. ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം എന്നാണെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ഈ ഡോക്ടർ ഫിനൈലിൻ്റെ ഈ ലായനിക്കകത്ത് നമ്മൾ അറക്കപ്പൊടി ഒരു ചെറിയ ബോളുകളാക്കി എടുത്ത്, ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് അറക്കപ്പൊടി ചെറിയ ബോളുകളാക്കി എടുത്ത് ഡോക്ടർ ഫിനൈൽ ലായനിക്കകത്ത് മുക്കിയാണ് ഈ ഫെൻസിങ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെയിലൊക്കെ ഒത്തിരി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഡോക്ടർ ഫിനൈലിൻ്റെ ആ ലിക്വിഡിൻ്റെ അറക്കപ്പൊടിയിൽ നിന്ന് പെട്ടെന്നത് വലിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു കുപ്പി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഡോക്ടർ ഫിനൈൽ ലായനിയുടെ ആ ഗന്ധത്തിന് അല്ലെങ്കിൽ മണത്തിന് കുറവുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുപ്പി ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുപോലെയുള്ള എന്ത് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ജിങ്കൂസിനും കൂടി കൂട്ടും. അപ്പോൾ ആ ജിങ്കൂസിനെ കൂട്ടി കഴിയുമ്പോൾ ഇല്ലേ, ജിങ്കൂസിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു പുതിയ കാര്യങ്ങളാണല്ലോ, ചെറിയ കൊച്ചാണല്ലോ, അപ്പോൾ ഒരു പുതിയ കാര്യങ്ങളാണല്ലോ, അത് കണ്ടു കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ ഇത് കൂട്ടാതെ ഞാൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവൾ ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഞങ്ങളുടെ അപ്പൂച്ചനുമായിട്ട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ നേരം TV കാണും, അങ്ങനെയുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവരെ കൂടെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് അവർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ പഴയ തുണിയുണ്ടല്ലോ, ചെറിയ പീസുകളായിട്ട് ചെറിയ ബോളുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചെറിയ പീസുകളായിട്ട് നമ്മളിത് മുറിച്ചെടുക്കും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നത് ചെറിയ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കുപ്പി ഉണ്ടല്ലോ, കുപ്പിക്കകത്ത് കൊള്ളുന്ന രീതിയിൽ ചെറിയ ബോളുകൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള വലുപ്പത്തിനാണ് നമ്മൾ ഈ തുണികൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെറിയ പഴന്തുണി കഷ്ണം ഉണ്ടല്ലോ, ആ പഴന്തുണി കഷ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് അറക്കപ്പൊടി എടുക്കുന്നു. ഇതുണ്ടോ, ഇതുപോലെ. അതിനുശേഷം അത് ചുരുട്ടി ഒരു ബോൾ പരുവത്തിലാക്കുന്നു. അപ്പോൾ ബോൾ പരുവത്തിലാക്കി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഗുണ്ടിൻ്റെ ഷേപ്പ് അത് വരും. എന്നിട്ട് അത് എക്സസ് ഉള്ള
അറക്കപ്പൊടി ഉണ്ടല്ലോ അതങ്ങ് കുടഞ്ഞു കളഞ്ഞിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചരട് ഉപയോഗിച്ച് നമ്മളതങ്ങ് കെട്ടും. ഇതുപോലെ കെട്ടിയെടുക്കും. കെട്ടിയ ശേഷം നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിക്കകത്തേക്ക് നമ്മൾ ഇതിൻ്റെ വള്ളി ഇറക്കി വെച്ചിട്ട്, നമ്മൾ തുളയ്ക്കുന്നൊന്നുമില്ല, ആ വള്ളി ഇറക്കി വെച്ചിട്ട് ആ അടപ്പ് കൊണ്ടങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്കും പോകില്ല, മുകളിലേക്കും പോകില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നുള്ളൂ. കുറച്ചു നേരം എൻ്റെ കൂടെ എല്ലാ പരിപാടികളും ചെയ്ത് കഴിഞ്ഞിട്ട് അവള് മടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ അവളെ എൻ്റെ സീറ്റേ വന്ന് ഇരിക്കും കേട്ടോ. അപ്പം ആ കയ്യിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒന്നും വരെ കളയാതെ വളരെ സന്തോഷത്തോടെ അതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഒന്നും വരെ അവൾ നിലത്തിടുന്നില്ല, എല്ലാം അവൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ പിള്ളേരെ കൂടെ പങ്കെടുപ്പിക്കണത്. അപ്പോൾ അവർക്കൊരു സന്തോഷം. ഈ കാർട്ടൂണൊക്കെ കാണിച്ചുകൊണ്ടിരിക്കാതെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ അവരെ കൂടെ കൂട്ടിയാൽ മതി. നമ്മളുണ്ടാക്കിയിരിക്കുന്ന ബോളുകളുമായിട്ട് നമ്മൾ ഫെൻസിങ് സ്ഥാപിക്കുന്ന പൈനാപ്പിൾ തോട്ടത്തിലേക്ക് നമ്മൾ ഇതെല്ലാം പറക്കിക്കൊണ്ട് പോകും കേട്ടോ. ഇപ്പം നമ്മളാ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്ടർ ഫിനൈലിൻ്റെ ആ ചെറിയ കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയുള്ള ലായനി മൊത്തം നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ 20 ലിറ്ററിൻ്റെ വലിയ ബക്കറ്റിലേക്കാണ് നമ്മൾ ആ ഡോക്ടർ ഫിനൈലിൻ്റെ ലായനി ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ 20 ലിറ്റർ വെള്ളം കൂടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറക്കപ്പൊടി ധാരാളം വെള്ളം കുടിക്കും. കാരണം അത് ഉണങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 20 ലിറ്ററിൻ്റെ വലിയ ബക്കറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അറക്കപ്പൊടി ഒന്ന് കുതിർന്ന് വരുന്നതിന് വേണ്ടിയാണ് 20 ലിറ്ററിൻ്റെ ബക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മൊത്തം കുതിരാനിടുക കേട്ടോ. ആ കുതിരാനിട്ടതിന് ശേഷം ഇത് സക്സസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇതുണ്ട്, കുതിരാനിട്ട് കഴിഞ്ഞപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ, നല്ലൊരു രസത്തിലത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിനി ഇത് പറമ്പിന് ചുറ്റും ഒരു ഫെൻസിങ് പോലെ തീർക്കാൻ പോകും കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ 1-2 കമ്പുകൾ നാട്ടും കേട്ടോ ഈ പറമ്പിന് ചുറ്റും. കാരണം പറമ്പിൻ്റെ ചുറ്റും പുറം നമ്മൾ റബ്ബർ വെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പൈനാപ്പിൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കമ്പുകളോ ഒന്നുമില്ല, വേറെ അല്ലെങ്കിൽ മരത്തെ കൂടെ കെട്ടാനോ അങ്ങനെയുള്ള മരങ്ങളോ ചെറിയ മരങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ കമ്പുകൾ നാട്ടിയതിന് ശേഷം നമ്മളൊരു വള്ളി, ഈ ചെറിയ വള്ളികൾ കിട്ടും, വലിയ വിലയൊന്നുമില്ല അതിന്. ഒരു വലിയ റോളിന് ഒരു 10, 30, 35 രൂപ വിലയുള്ള ആ വള്ളികൾ പറമ്പിന് ചുറ്റും പുറം ഇതുപോലെ വലിച്ചു കെട്ടും. ആ വലിച്ചു കെട്ടിയതിന് ശേഷം നമ്മൾ ആ ഡോക്ടർ ഫിനൈലിൽ നമ്മൾ ലൈന് മുക്കിയിട്ടേക്കുന്ന ഫ്ലോർ ക്ലീനറിൽ മുക്കിയിട്ടിരിക്കുന്ന ആ ബോളുകളുണ്ടല്ലോ, ആ ബോളുകൾ എടുത്ത് ഏകദേശം ഇതുപോലെ നമ്മൾ കെട്ടി വെക്കും പറമ്പിന് ചുറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, ഇപ്പോൾ ദൂരെയാണ് ഞാനിത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, നമുക്കത് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് അടുത്ത് കെട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോന്നും എടുത്ത് ആ ഇങ്ങനെ ചെറിയ തൂക്കിയിടും. ഇത് പറമ്പ് മുഴുവൻ നമ്മൾ ഇങ്ങനെ തൂക്കിയിടുക കേട്ടോ. കാരണം എങ്ങനെയാലും നമുക്ക് ഇതൊന്ന് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ഈ മുടക്കിയിരിക്കുന്ന പൈസ മൊത്തം നമ്മുടെ മുള്ളംപന്നി കൊണ്ടുപോകും. ഇത് സക്സസ് ആണോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% വരെ ഇത് സക്സസ് ആണ്. 100% സക്സസ് ആണെന്ന് പറയില്ല. 100% സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളംപന്നി ഞങ്ങൾ ഈ ഫെൻസിങ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം വരെ വന്നില്ലെങ്കിൽ നമുക്കിത് 100% സക്സസ് എന്ന് പറയാം. 100% അല്ല, ഒരു 90% വരെ സക്സസ് ആണ്. പണ്ട് ദിവസവും വന്ന് മുള്ളംപന്നി വന്ന് പൈനാപ്പിൾ തിന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും വെട്ടുവഴിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മണം കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും പന്നികൾ വെട്ടുവഴിച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ, വെട്ടുവഴിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് തിന്നുന്നുള്ളൂ. അല്ലാത്തോളം കാലം ഇത് 90% അടുത്ത് നമ്മുടെ സക്സസ് ആണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ വിജയിച്ചതിന് ശേഷം പറയുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ മുള്ളംപന്നിയുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ, പന്നിക്ക് ഇത് നല്ലതാണെന്ന് എനിക്കറിയില്ല, മുള്ളംപന്നിക്ക് ഏകദേശം ഒരു 90% വരെ ഇത് സക്സസ് ആണ്.